പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിയാത്തതും പ്രതിസന്ധിയാവുകയാണ്. സുനിൽ ഇലന്തൂർ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി. സുനിൽ, എങ്ങനെയാണ് ഇപ്പോഴത്തെ പൊതു സാഹചര്യം? ജില്ലയിലെ മഴയ്ക്ക് ശമനമുണ്ടോ അതോ പ്രതിസന്ധി വിട്ടൊഴിയാതെ നിൽക്കുകയാണോ? ഇന്നലെ രാത്രിയും ഇന്ന് പകലും ഒറ്റപ്പെട്ട മഴയാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലായി പെയ്തിട്ടുള്ളത്. ഇവിടെ ജില്ലയിൽ നിലവിൽ ആശങ്കാജനകമായ സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. റാന്നിയിൽ നിന്നും പൂർണ്ണമായും വെള്ളം ഒഴുകി മാറി വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട്. ആറന്മുളയിലെ വെള്ളക്കെട്ട് ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ തുടരുകയാണ്. ഇന്ന് അതിശക്തമായ മഴ പെയ്യാതിരുന്നാൽ ഏതാണ്ട് വൈകിട്ടോ നാളെയോടുകൂടിയോ ആറന്മുള പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിയുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ജില്ലയുടെ തിരുവല്ലയിലും അപ്പർ കുട്ടനാടൻ മേഖലകളിലും വെള്ളം ഏതാണ്ട് പൂർണ്ണമായും തിരുവല്ല താലൂക്കിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലകളും ഏതാണ്ട് വെള്ളത്തിനടിയിലാണ്. എന്നാൽ ഡാമുകളിൽ ജലനിരപ്പ് അപകടകരമായ സാഹചര്യത്തിലല്ല. ജില്ലയിലെ വലിയ ഡാമായ കക്കി ഡാമിലും പമ്പ ഡാമിലും ഏതാണ്ട് സംഭരണശേഷിയുടെ പകുതിയോളം മാത്രമേ വെള്ളമുള്ളൂ. മൂഴിയാർ ഡാം അടക്കമുള്ള എല്ലാ ഡാമുകളുടെയും ഷട്ടറുകൾ അടച്ച നിലയിൽ തന്നെയാണ്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ അദ്ദേഹം രാവിലെ ഏതാണ്ട് 12 മണിയോടുകൂടി ഇവിടെ എത്തി. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം പരമൂട്ടിൽ പടിയിലേക്ക് പോകും. തുടർന്ന് റാന്നിയിലും പിന്നീട് തിരുവല്ലയിലും സന്ദർശനം നടത്തിയ ശേഷമേ മുഖ്യമന്ത്രി മടങ്ങി പോകുന്നുള്ളൂ. ജില്ലയുടെ ചാർജുള്ള പി.എസ്.സി. വിഷ്ണുനാഥ് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ജില്ലയിൽ നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമില്ല. ജീന.